എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും കൂടുതൽ ആത്മീയതയിൽ വളരെ പെട്ടെന്ന് തന്നെ സ്പിരിച്വൽ എനർജീസ് റിസീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആത്മീയത ഇന്നർ ജേണിയിലേക്ക് നമുക്ക് കടക്കുന്ന ഒരു മാർഗമാണ് തന്ത്ര എന്ന് പറയുന്നത്. എന്നാൽ അത് വളരെയേറെ ഒരു കഠിനമായ സാധന പ്രക്രിയയിലൂടെ നമ്മൾ വളരെയേറെ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിക്കൊണ്ട് ഡിസിപ്ലിനാണ് തന്ത്രയെ അർത്ഥമാക്കുന്നത്. അത്രയും ഡിസിപ്ലിനോട് നമ്മൾ തന്ത്രയിൽ ഇറങ്ങുമ്പോഴാണ് നമ്മൾ സ്പന്ദനം അറിയുന്നത്, പ്രപഞ്ചത്തിൻ്റെ നമ്മുടെ ആധാരചക്രങ്ങൾ അനുഭവിച്ചറിയുന്നത്, നമുക്ക് അതിലൂടെ ഈശ്വരീയമായിട്ടുള്ള സാക്ഷാത്കാരം ലഭിക്കുന്നതും, നമ്മൾ ആ ഒരു ജേണിയിൽ നമ്മൾ വിൻ ചെയ്യുന്നതും, നമ്മൾ എൻലൈറ്റഡ് ആവുന്നത്. എപ്പോഴും ആത്മീയതയിൽ കൂടുതൽ ആൾക്കാരും ഭക്തരാണ്. ഭക്തി മാർഗമാണ് കൂടുതലും സെലക്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഡിവോഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് കമ്പാഷനാണ്. എപ്പോഴും കമ്പാഷനിലുണ്ടാവുന്ന എന്താണ്? നമുക്കൊരാളോട് സ്നേഹമുണ്ടാവും, നമുക്ക് കമ്പാഷൻ ഉണ്ടാവും. കമ്പാഷൻ എന്ന് പറയുമ്പം നമുക്ക് ഒന്നും തന്നെ ഇല്ല, ഒന്ന് അൺകണ്ടീഷണലാണ്, ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല. നമ്മൾ അത്രയേറെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രോസസ്സാണ്. സ്നേഹത്തിന് പല രീതിയിലുള്ള വികാരങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ അങ്ങോട്ട് സ്നേഹിക്കണം, ഇങ്ങോട്ട് സ്നേഹിക്കണം, എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് കൊടുക്കണം. പക്ഷേ കമ്പാഷൻ എന്ന് പറയുമ്പം ഉള്ളിൽ നിന്നുണ്ടാവുന്നതാണ്. അവിടെ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ സ്നേഹിക്കുവാണ്. അപ്പോൾ ഭക്തി മാർഗം എപ്പോഴും കമ്പാഷനാണ്. നമ്മളോട് പറയും, നമ്മൾ ഭയഭക്തിയോടുകൂടി, ഭയഭക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഭയക്കേണ്ട ഒന്നിനെ, പക്ഷേ ഭക്തി എപ്പോഴും വേണം. കമ്പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വളരെയേറെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം മധുര മീനാക്ഷി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ഒരു തമിഴ് മണ്ണിൻ്റെ പൂർണ്ണമായിട്ടും ഭക്തിമാർഗത്തിൻ്റെ, ശൈവമാർഗത്തിൽ തന്നെ ഭക്തിമാർഗത്തിനായി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ മാർഗം എന്ന് പറയുമ്പോൾ ദേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അനാഹത സ്വരൂപിണിയാണ്. എസ്പെഷ്യലി അറിയാം ഹൃദയചക്രം. ഈ ഹൃദയചക്രത്തിൻ്റെ ഒരു രീതിയാണ് നാദം എന്ന് പറയുന്നത്. അപ്പം ഒരു നാദത്തെ പ്രോപ്പറായിട്ട്, ഇവിടെ അറിയാം 1000 പില്ലറുണ്ട്, അവിടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് നമ്മൾ ചെവി കൊണ്ട് വെക്കുമ്പോൾ ഒരു വേവ്, ഒരു കടൽ തിരമാല അടിക്കുന്നത് കേൾക്കുന്നത്. പക്ഷേ ഇതല്ല അതിൻ്റെ രീതി. അത് ആ ചുമരുകൾ, ആ കല്ലിന് അതിന് ചെറിയൊരു ബോധത്തെ അത് മാനിഫെസ്റ്റ് ചെയ്ത രീതിയാണത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് നാദം എന്ന് പറയുന്നത്. ദേവിയുടെ നിറം അറിയാം, പച്ചയാണ്. അപ്പം അനാഹത എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹമാണ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയമാണ്, അല്ലെ ലവാണ്. ഇവിടെ കേൾക്കുന്ന ഒരു രീതിയാണ് നാദം. നാദത്തിൽ നമുക്കുണ്ടാകുന്ന എന്താണ്? വിവേകമാണ്. സൃഷ്ടിയുടെ ഋതം, അല്ലെ സൃഷ്ടിയുടെ ജ്ഞാനം ഒഴുകുന്നത് എപ്പോഴും നാദ രീതിയിലാണ്. ഈ നാദസ്വരൂപിണിയായുള്ള അമ്മയെ ഭക്തിമാർഗത്തിൻ്റെ രീതിയിൽ ഈ ഒരു തമിഴ് മണ്ണ് ആരാധിക്കാറുണ്ട്. എസ്പെഷ്യലി ഭക്തിയിൽ ദേവി എന്ന് പറയുന്നത്, നമ്മളൊരു ക്ഷേത്രം കോൺസെൻട്രേഷൻ ചെയ്യും. നമ്മുടെ ശരീരത്തിന് ഒരു ചക്രങ്ങൾക്കെല്ലാം ഒരു ജോമെട്രി ഉണ്ട്. ഈ അനാഹതയ്ക്കും മൂലാധാരയ്ക്കും ആജ്ഞയ്ക്കും ഒക്കെ ജോമെട്രി ഉണ്ട്. ആ ജോമെട്രിയാണ് ഒരു ക്ഷേത്രത്തെ നിർമ്മിക്കുന്നത്. അന്നത്തെ ഒരു ഡിവൈനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള തന്ത്ര എന്ന് പറയുമ്പോൾ തന്ത്രിയാണ്. തന്ത്രി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? തന്ത്രി എന്ന് പറയുമ്പോൾ സർവ്വ ഊർജത്തെയും അവൻ്റെ ആധാര ചക്രങ്ങളിൽ ആവാഹിച്ചുകൊണ്ട്, അല്ലെ ചക്രങ്ങളെല്ലാം പൂർണ്ണമാക്കിക്കൊണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ അതിനുള്ള പ്രോസസ്സുണ്ട്. കറക്റ്റായിട്ടുള്ള രീതിയിൽ ജോമെട്രിക്കലായിട്ടുള്ള വിഷ്വലൈസേഷനും മന്ത്രവും അതേപോലെ ബന്ധനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഗുരുകൃപയോട് കൂടിയിട്ടാണ് ഒരു പ്രോസസ്സ് ചെയ്യുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു മാനിഫെസ്റ്റേഷനിൽ ദേവി അവിടെ പൂർണ്ണമാവുകയാണ്. നമുക്കിപ്പോൾ അറിയാം, നമുക്ക് ശരീരവും മനസ്സും അതേപോലെ നമ്മൾ ഗ്രഹണം ചെയ്യുന്ന സമയമാണ് നമ്മുടെ ജീവൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. പക്ഷേ ദേവി എന്ന് പറയുന്നത് ആ ഗ്രഹണം ചെയ്ത ഒരാൾ പൂർണ്ണമാക്കി മാനിഫെസ്റ്റ് ചെയ്ത പ്രോസസ്സ്. ഞാൻ പറഞ്ഞില്ല, ഓരോ ചക്രങ്ങളും ഓരോ ഡയമെൻഷൻസ് ആണ്. അപ്പോൾ ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള ഊർജ്ജം നിൽക്കുന്നത് എപ്പോഴും അനാഹതയിലാണ്. അല്ലെ ചില ദേവികൾ മൂലാധാരയാണ്, സ്വാധിഷ്ഠാനയാണ്, മണിപ്പൂരകയാണ്. അപ്പോൾ ദേവിമാരുടെ ഊർജ്ജം എല്ലാം തന്നെ അത്രയും ഉയർന്ന ഡയമെൻഷൻസ് ആണ്. അവിടെ നമ്മൾ ഭക്തിയോടുകൂടി, നമ്മൾ കമ്പാഷനോടുകൂടി നമ്മൾ അവിടെ അടുക്കുമ്പം നമ്മുടെ ലൈഫിൽ തന്നെ ഉയർന്ന തലത്തിലെ മാനിഫെസ്റ്റേഷൻസ് ആണ് നടക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ജീവൻ്റെ അടിസ്ഥാന പ്രക്രിയ എല്ലാവരും ഭയപ്പെടുന്ന മരണത്തെയാണ്. അല്ലെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന പല കാര്യങ്ങളെയാണ് നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇല്ലാത്ത വിശ്വാസമില്ലായ്മയാണ്. നമുക്ക് ചുറ്റിനും നോക്കുമ്പോൾ എല്ലാം തന്നെ ജഡ്ജ്മെൻറ്റഡ് ആയിരിക്കും. പക്ഷേ ഉള്ളിൽ നിന്നൊരു ഭക്തി സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ കമ്പാഷനായി മാറും. എല്ലാത്തിനോടും സർവ്വതിനോടും സ്നേഹമായി മാറും. നമുക്ക് എല്ലാത്തിനോടും, ചില ആൾക്കാരെ കണ്ടറിയാം, ദേവി 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 എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടാവും.
അത് നമുക്കറിയാതെ തന്നെ അറിയാൻ പറ്റും. അവർക്കധികം ജ്ഞാനം ഉണ്ടാവില്ല. പക്ഷേ അവർ ഉള്ളിൽ എല്ലാം കൊണ്ടും സംതൃപ്തരായിരിക്കും. അവരുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളുടെ 21 ചക്രങ്ങൾ സജീവമായി പ്രവർത്തിച്ച് നിങ്ങൾ ആത്മീയപരമായും ഭൗതികപരമായും ഒക്കെ തന്നെ നിങ്ങളുടെ ജീവിതം വളരെയേറെ സുഖപ്രദമായിരിക്കും. അതിനുള്ള മാർഗ്ഗമാണ് ഭക്തി മാർഗ്ഗത്തിലുള്ള ഇതേപോലുള്ള മഹാക്ഷേത്രങ്ങൾ മധുര മീനാക്ഷി ഒക്കെ പോലുള്ള. ഇപ്പം തമിഴ് ശൈവത്തിൻ്റെ ഒരു രീതി, തമിഴ് ശൈവത്തിൻ്റെ ഈ ഒരു തലമെന്ന് പറയുന്നത് എപ്പോഴും തന്നെ ഈ ഒരു ഭക്തി മാർഗ്ഗത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയയാണ്. ശൈവം 2 രീതിയിലുണ്ട്. ഉള്ളിലെ സ്വന്തം സ്പന്ദനം അറിഞ്ഞ് ഇന്നർ ജേണിയിലൂടെ കടന്നു പോയിട്ട് അവനവനെ തന്നെ റിയലൈസേഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയയും, അതേപോലെ തന്നെ ഭക്തിമാർഗ്ഗം, ഭക്തി എന്ന് വെച്ചാൽ എല്ലാം മെമ്പറാണ്. ശിവൻ നമ്മുടെ കുടുംബത്തിലെ അംഗമാണ്, ദേവി നമ്മുടെ അംഗമാണ്. ഇവരെല്ലാം നമ്മുടെ ലീഡേഴ്സാണ്, നമ്മുടെ ക്യാപ്റ്റനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളുടെ അടിസ്ഥാനം ഇവരിലായിരിക്കും ആദ്യം സമർപ്പിക്കുന്നത്. ഈ സമർപ്പണ ബോധം ഇന്നർ ജേണി അവർക്കുണ്ടാവുന്നില്ല. പക്ഷേ അവർ ഭൗതികപരമായും ആത്മീയപരമായും സന്തോഷകരമായിരിക്കും. വേറൊരു ശൈവമാർഗ്ഗം എപ്പോഴും തന്നെ ഉള്ളിലെ സ്പന്ദനം അറിയുന്നതാണ്. അപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത് ആത്മീയമായി വളരുന്നവർക്ക് അവർ ഉള്ളിലെ അനാഹത ചക്രത്തിൻ്റെ പ്രത്യാഹാര എന്ന് പറയുന്ന ഡയമെൻഷനെയും ആ അൺകണ്ടീഷണൽ ലവിനെയും ഭക്തിമാർഗത്തിൻ്റെയും അതേപോലെ തന്നെ നാദധ്വനികളും അനുഭവിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ഒരു മഹാക്ഷേത്രമാണ് ഈ ലോകത്തിലെ ഇത്രയും ഉയർന്ന രീതിയിൽ അനാഹത ചക്രത്തിൻ്റെ നാദധ്വനികൾ കൊണ്ടൊരു ക്ഷേത്രം മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് ഏതോ കഠിനമായുള്ള യോഗയുടെ അത്രയേറെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം മാനിഫെസ്റ്റ് ചെയ്തിട്ട് നാദധ്വനികൾ കൊണ്ട് ഇത്രയും ശക്തമായിക്കൊണ്ട് അനാഹത നിൽക്കുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.